ഒന്നാമത്, ഇപ്പോൾ ബിലാത്തിയിലുള്ള നിഷ്പക്ഷവാദികളായ മഹാന്മാർക്ക് ഇന്ത്യയിൽ നല്ല പഠിപ്പും സാമർഥ്യവും ഉള്ളവർ പലരും ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. ഇത് ഈ വക പ്രസംഗങ്ങൾ ഉണ്ടാക്കിയ ബോധ്യമാകുന്നു. രണ്ടാമത്, ഈ ബോധ്യം ഉണ്ടായതിനാൽ കോൺഗ്രസ് സഭയെ രക്ഷപ്പെടുത്തി നിലനിർത്തണമെന്നുള്ള ആഗ്രഹം പല ഇംഗ്ലീഷുകാർക്കും ഉണ്ടായിത്തീർന്നിരിക്കുന്നു. മൂന്നാമത്, പ്രസംഗങ്ങളുടെ വിശേഷത കൊണ്ട് ഇന്ത്യയിലുള്ള ബഹുയോഗ്യരായ ജനങ്ങൾ മുമ്പ് കോൺഗ്രസിനോട് അനിഷ്ടത്തെയോ അനാസ്ഥയെയോ കാണിച്ചതിനെ മാറ്റി കോൺഗ്രസിനെ ബഹുമാനിച്ച് കോൺഗ്രസിൻ്റെ ഇഷ്ടന്മാരായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പലവിധ ഗുണങ്ങൾ ഇത്ര ക്ഷണത്തിൽ ഇന്ത്യക്ക് വേണ്ടി സമ്പാദിച്ചത് യുക്തിമാന്മാരും സമർത്ഥന്മാരുമായ വാഗ്മികളുടെ അതിവിശേഷമായ പ്രസംഗങ്ങളാണ്. ന്യായമായ വിധം കുറേ കാലം ഈ കോൺഗ്രസ് നടക്കുന്നുവെങ്കിൽ സംശയം കൂടാതെ ഇംഗ്ലണ്ടിൽ പ്രജകൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇന്ത്യക്കും ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. പിന്നെ ഈ പ്രസംഗങ്ങളെപ്പറ്റി വൃഥ കണ്ടക്ഷോഭം എന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നത് എത്ര ഭോഷത്വമാണ്. എന്നാൽ ചിലപ്പോൾ ഈ കോൺഗ്രസ് സഭക്കാരിൽ ചിലരും ചില ന്യൂസ് പേപ്പറുകളും സഭക്കാരോ അവരുടെ സ്നേഹിതന്മാരോ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളും അനാവശ്യമായും അസത്യമായും ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് ദൂഷ്യാരോപം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇത് വലിയ ഒരു തെറ്റാണ്. ഇത് ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും വലിയ നിർഭാഗ്യമെന്നേ പറവാനുള്ളൂ. ഇത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനു തന്നെ ഒടുവിൽ ഇത് നാശകരമായി തീരുന്നതുമാണ്. മഹാബുദ്ധിശാലിയായ സർ ഒക്ലണ്ട് കോൾവിൻ സായിവ് അവർകൾ മിസ്റ്റർ M.O. ഹ്യൂം സായിവ് അവർകൾക്ക് കോൺഗ്രസുകാർ ചിലപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ കുറിച്ച് ചെയ്ത ദോഷ ആരോപണങ്ങളെക്കുറിച്ച് വളരെ യുക്തിയായും ഭംഗിയായും എഴുതിയ ഒരു കത്തിനെ ഞാൻ വായിച്ചിരുന്നു. ആ മഹാനായ സായിവ് അവർകൾ ആ കത്തിൽ കാണിച്ച സംഗതികളെ വായിച്ച് ഞാൻ വ്യസനിച്ചുപോയി. നമ്മൾക്ക് ഇപ്പോഴുള്ള ഇന്ത്യ ഗവൺമെൻറ് നമ്മൾക്ക് കഴിയുന്ന ഗുണമെല്ലാം ചെയ്യണമെന്ന് വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് അനാസ്ഥയായും ദുഷ്ടവിചാരത്തോടു കൂടിയുമാണെന്ന് ചിലർ പറയുന്നത് കഷ്ടമല്ലേ? ഇംഗ്ലീഷ് ഗവർണർമാരും രാജ്യഭാര അധികാരികളും വളരെ ക്ഷമാഗുണമുള്ളവരല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അവമാനകരമായ പ്രസ്താവങ്ങൾ കേട്ട് അവർ എങ്ങനെ സഹിക്കും? നമ്മളെ എങ്ങനെ സ്നേഹിക്കും? ഈ വക ചില ദോഷങ്ങൾ നമ്മുടെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇതിനു മുമ്പ് ഇതിലും ശക്തിയുള്ളതായി തീരുമായിരുന്നു. ലോർഡ് ഡഫ്രിൻ എന്ന പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് ആദ്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനെ അതിപ്രീതിയായിരുന്നു. ഒടുവിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് കോൺഗ്രസിലെ ചില കൂട്ടർ അനാവശ്യമായും അസംഗതിയായും ദോഷങ്ങൾ പറയുന്നത് കേട്ടുകേട്ട് അദ്ദേഹം വിഷാദിക്കേണ്ടി വന്നു. എൻ്റെ എല്ലായ്പ്പോഴുമുള്ള വിചാരവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും നമ്മുടെ ഈ കോൺഗ്രസ് സഭക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗ്യവശാൽ കിട്ടിയിട്ടുള്ള ഈ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെ അനാവശ്യമായും അസംഗതിയായും അസത്യമായും ദുഷിക്കാതെ ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള യത്നങ്ങൾ ചെയ്ത് ഇന്ത്യയെ ഇംഗ്ലണ്ട് പോലെ സ്വതന്ത്രതയുള്ള രാജ്യമാക്കി തീർക്കണമേ എന്നാകുന്നു. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ അനാവശ്യമായും അസത്യമായും ദുഷിക്കാതെ ഈ കാര്യം സാധിക്കാൻ പല വഴികളും ഞാൻ കാണുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് ഗുണം വരരുത് എന്നോ ഇന്ത്യക്കാർ എല്ലായ്പ്പോഴും ഇംഗ്ലീഷുകാരുടെ അടിമകളായി ഇരിക്കണമെന്നോ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന് ഒരു കാലത്തും വിചാരമുണ്ടാകയില്ല. അത് പ്രത്യക്ഷമായ കാര്യമാണ്. ഇതായിരുന്നു അവരുടെ വിചാരമെങ്കിൽ നമ്മൾക്ക് അവരെ പോലെ പഠിപ്പും അറിവും ഉണ്ടാക്കി വയ്പ്പാൻ കഴിഞ്ഞ 100 കൊല്ലങ്ങളായി ഇത്രയെല്ലാം അവർ ഉത്സാഹിക്കുന്നതല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നമ്മളെ അവരെ പോലെ തന്നെ യോഗ്യരാക്കി വെക്കണമെന്നാണെന്ന് കുട്ടികൾക്ക് കൂടി ബോധ്യമാവുന്നതാണ്. എന്നാൽ അങ്ങനെയാണ് അവരുടെ ഉദ്ദേശം എന്ന് ഓർത്ത് നമ്മളിൽ പഠിപ്പും അറിവും ഉള്ളവർ
ഗുണങ്ങൾ താനേ വരുമെന്ന് നിശ്ചയിച്ച് സ്വസ്ഥന്മാരായി ഇരിക്കരുത്. നമ്മളുടെ സ്ഥിതി മേൽക്കുമേൽ നന്നാക്കുവാൻ ന്യായമായ വിധം എല്ലാ ശ്രമങ്ങളും എല്ലായ്പ്പോഴും ചെയ്തു വരേണ്ടതാണ്. അതിനാണ് ഈ കോൺഗ്രസ് സഭ കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സഭ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. ഗവൺമെൻറ് ചെയ്യുന്ന സകല പ്രവൃത്തികളും ഇന്ത്യക്ക് ദോഷകരമായിട്ടാണെന്ന് ഈ സഭ ഒരിക്കലും പറയുകയില്ല. ആരെങ്കിലും അതിൽ ചിലപ്പോൾ പറയുന്നുവെങ്കിൽ അവൻ ഭ്രാന്തനാണെന്ന് ഞാൻ പറയും. ഗവൺമെൻറ്റിനെ സ്നേഹിച്ചും ആദരിച്ചും കൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ ഗുണദോഷങ്ങളെപ്പറ്റി യഥേഷ്ടം നമ്മൾക്ക് വ്യവഹരിപ്പാൻ സകല സ്വാതന്ത്ര്യങ്ങളും ഇംഗ്ലീഷ് ഗവൺമെൻറ് തന്നിരിക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തിയിലുള്ള സത്യത്തെയും ഉത്തമ വിശ്വാസത്തെയും സംശയിച്ചുകൊണ്ട് വല്ലതും പറയുന്നത് മഹാകഷ്ടമാണെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഉത്തമ വിശ്വാസ്യതയെയും നിഷ്കന്മഷതയെയും പറ്റി ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് സഭയുടെ നാശത്തിന് മാത്രമാണെന്ന് ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു. എല്ലാ പ്രവൃത്തിയും സത്യത്തോടുകൂടി ചെയ്യണം. സത്യമില്ലാഞ്ഞാൽ പിന്നെ ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമായി വരാൻ പാടില്ല. പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നത് ഇന്ത്യക്കാർക്ക് ധനമില്ല, ഒരുമയില്ല, സത്യമില്ല, ഉത്സാഹമില്ല എന്നും മറ്റുമാണ്. ഇതിൽ ചിലതിൽ കുറെ നേരുണ്ടായിരിക്കാം. ഒരുമയില്ലെങ്കിൽ ഈ കോൺഗ്രസ് ഇങ്ങനെ നടക്കുന്നതല്ല. ഇത്ര വലുതായ ഒരു രാജ്യത്ത് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരുമയും ചേർച്ചയും ഇംഗ്ലീഷ് ഭാഷ നിമിത്തം ഉണ്ടായതാണ്. ഇനിയും ഈ ഭാഷ പരക്കുന്നതോടുകൂടി ഒരുമ വർദ്ധിച്ചു വരും. ജനങ്ങൾക്ക് ഒരുമ ഉണ്ടാവുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഉണ്ടാവുന്ന അഭിപ്രായങ്ങൾ ഒരുപോലെ ഉണ്ടാവുന്നതിൽ നിന്നാണ്. അറിവ് ഉണ്ടാവുമ്പോൾ മുഖ്യമായ സംഗതികളിലെല്ലാം അഭിപ്രായങ്ങൾ സാമാന്യം ഒരുപോലെ തന്നെ ഉണ്ടാവാനേ പാടുള്ളൂ. സത്യമില്ല എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതുകൊണ്ട് ഇന്ത്യ നിവാസികളെ അനാവശ്യമായി അപകീർത്തിപ്പെടുത്തി എന്ന് മാത്രം ഞാൻ പറയുന്നു. എത്ര സത്യവാന്മാരെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളവരെ തന്നെ ഗോവിന്ദൻകുട്ടി അറിയും. പിന്നെ പുരാണങ്ങൾ പ്രകാരം ഹരിശ്ചന്ദ്രൻ, അശ്വത്ഥാമ, ദശരഥൻ മുതലായവരെക്കുറിച്ച് വായിച്ചിട്ടില്ലേ? ഇന്ത്യ രാജ്യം അനാദിയായേ സത്യത്തിൽ ബഹുതൃഷ്ണയും നിഷ്കർഷയും ഉള്ള രാജ്യമാണെന്ന് പല സംഗതികളെ കൊണ്ടും നിശ്ചയിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ധൃതഗതിയായി സത്യമില്ലാത്തവരാണ് നമ്മൾ എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു കളഞ്ഞതു കേട്ട് എനിക്ക് വളരെ വ്യസനം തോന്നുന്നു. ഉത്സാഹമില്ലെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതും നേരല്ല. പഠിപ്പാനും അറിവുകൾ കിട്ടുവാനുമുള്ള ഉത്സാഹം ഇന്ത്യയിൽ ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. ഇന്ത്യക്കാർക്ക് ധൈര്യവും ശരീരമെടുക്കും ഇല്ലെന്നോ ഉണ്ടെന്നോ ഇന്ത്യയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള നേറ്റീവ് പട്ടാളക്കാരെ പോയി നോക്കി അവരുടെ സ്ഥിതി അറിഞ്ഞതിൻ്റെ ശേഷം പറയേണ്ടതാണ്. ഗോവിന്ദൻകുട്ടി പക്ഷേ ഒരു ഭീരുവായിരിക്കാം. മറ്റെല്ലാവരും തന്നെപ്പോലെ തന്നെ ഭീരുക്കളാണെന്ന് ഭീരുത്വമുള്ളവന് തോന്നുന്നത് സാധാരണയാണ്. കോൺഗ്രസിൽ തൊള്ളയിടുന്നു എന്ന് അവമാനകരമായി ഗോവിന്ദൻകുട്ടിയാൽ പറയപ്പെട്ടിട്ടുള്ള പല ബാബുമാരും അയ്യന്മാരും മുതലികളും അവരുടെ ജീവനെയും സർവധനത്തെയും ഇന്ത്യയുടെ അഭ്യുദയത്തിനും ഗുണത്തിനും വേണ്ടി ത്യജിപ്പാൻ ഒരുക്കമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ബുദ്ധികൗശലത്താൽ ജയിക്കേണ്ട ദിക്കിൽ തോക്കെടുത്ത് വെടിവെച്ച് ജയിക്കണമെന്ന് പറഞ്ഞാൽ ആർ കേൾക്കും? ധൈര്യമുണ്ടെങ്കിൽ 10 ബാബുമാരും അയ്യന്മാരും കൂടി ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ നേരെ യുദ്ധം ചെയ്തു കാണണം എന്നൊരു വിഡ്ഢി പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സർ ലഫിൻ ഗ്രിഫിൻ മുതലായവർ ഇന്ത്യയെക്കുറിച്ച് ദുഷിക്കുന്നതിൽ ഗോവിന്ദൻകുട്ടിക്ക് ബഹുരസമാണെന്ന് പറഞ്ഞു. അതിൽ എനിക്കും വളരെ രസമാണ്. യോഗ്യരായ ആളുകൾ ശത്രുപക്ഷത്തിൽ ചേർന്ന് നമ്മളുടെ അവസ്ഥകളെപ്പറ്റി ദുഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഗുണദോഷങ്ങളെ ശരിയായി അറിവാനും ആവശ്യമായ ഭേദങ്ങളെ ചെയ്യുവാനും കഴിയുകയുള്ളൂ. ഇവർ സൂക്ഷ്മത്തിൽ ഇന്ത്യക്ക് വളരെ ഗുണമാണ് ചെയ്യുന്നത്. വാചാലന്മാരായ ബാബുമാരും
അയ്യരും മുതലിയും ഒരു മുസൽമാനോട് എതിർക്കാൻ ശക്തിയില്ല, ഭീരുക്കളാണ് എന്നും മറ്റും അവമാനമായി എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് നമ്മൾക്ക് ചൊടിയുണ്ടാവാനും നമ്മുടെ ധൈര്യശൗര്യങ്ങളുടെ വർധനവിനും വിശേഷ കാരണങ്ങളായി വരും. അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിനെല്ലാം ഞാൻ ഒരുവിധം സമാധാനം പറഞ്ഞു. ഇനി കോൺഗ്രസ് സഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചുരുക്കമായി ഞാൻ പറഞ്ഞ് അച്ഛനെ ധരിപ്പിക്കാം. ഞാൻ പറയുന്ന ഉദ്ദേശത്തിൽ നിന്ന് വിട്ടിട്ട് ഈ സഭ നിൽക്കുന്നത് എപ്പോഴെങ്കിലും കാണുന്ന ക്ഷണം ഞാൻ അതിൽ നിന്ന് ഒഴിയുകയും ചെയ്യും. ഇംഗ്ലീഷ് രാജ്യഭാരം ഈ രാജ്യത്തിൽ തുടങ്ങിയ മുതൽ പല നാശങ്ങളും നേരിടുന്നതിനാൽ അതുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വ്യവഹരിപ്പാൻ കൂടിയ ഒരു സഭയാണ് ഇത് എന്ന് അച്ഛൻ ധരിച്ചത് കേവലം തെറ്റാണ്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തുടങ്ങിയ മുതൽ ഇന്ത്യക്ക് വാചാമഗോചരമായ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഗുണങ്ങളെ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുവാൻ കൂടിയ സഭയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സഭ. ഇംഗ്ലീഷുകാരോളം ബുദ്ധിസാമർഥ്യം ഉണ്ടായിട്ട് മറ്റൊരു ജാതിക്കാരെ കാണുവാൻ കഴിയുമോ? സംശയം. ഈ ബുദ്ധിസാമർഥ്യത്തിൻ്റെ ലക്ഷണങ്ങൾ അവരിൽ കാണുന്നത് ഒന്നാമത് നീതിജ്ഞത, രണ്ടാമത് നിഷ്പക്ഷപാതിത്വം, മൂന്നാമത് ദയ, നാലാമത് ധീരത, അഞ്ചാമത് ഉത്സാഹം, ആറാമത് ക്ഷമ. ഇതുകളാണ്. ഇങ്ങനെ 6 സാധനങ്ങളെ കൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇത്രയധികം രാജ്യങ്ങൾ ഈ ലോകത്തിൽ സ്വാധീനമാക്കി രക്ഷിച്ചു വരുന്നത്. ഇങ്ങനെ ഉത്കൃഷ്ട ബുദ്ധികളായ മനുഷ്യരാൽ ഭരിക്കപ്പെടുവാൻ സംഗതി വന്നത് ഇന്ത്യയുടെ ഒരു മഹാഭാഗ്യമാണെന്നുള്ളതിന് സംശയമില്ല. ഇവരുടെ രാജ്യഭാരം തുടങ്ങിയ മുതൽ ഇന്ത്യക്കാർക്ക് അറിവും വർദ്ധിച്ചു തുടങ്ങി. ആ അറിവിന് സദൃശമായ യോഗ്യതകൾ ലഭിക്കണമെന്നുള്ള ഇച്ഛയും ഇന്ത്യക്കാർക്ക് തുടങ്ങി. ആ ഇച്ഛകളെ നിവർത്തിപ്പാൻ ഇംഗ്ലീഷുകാരോട് ആവശ്യപ്പെട്ടാൽ അവർ ന്യായ അനുസൃതമായി ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടാകയാൽ ആ അപേക്ഷകളെ യുക്തിയുക്തങ്ങളായ സംഗതികളോടുകൂടി ചെയ്യുവാൻ വേണ്ടി ചേർന്നിട്ടുള്ള സഭയാണ് കോൺഗ്രസ് സഭ. ഇംഗ്ലീഷുകാർ എല്ലായ്പ്പോഴും എല്ലാ സംഗതികളിലും മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായം വളരെ സംഗതികളിൽ മനുഷ്യ സമുദായത്തിലെ ക്ഷേമത്തിന് അനുസരിച്ച് അവർ നടത്തിയും വരുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ബിലാത്തിയിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ അടിമയാണെന്ന് വിചാരിക്കുകയില്ല. ഒരു മനുഷ്യനും ഏകശാസനമായി ഒന്നും മറ്റുള്ള മനുഷ്യരെപ്പറ്റി ചെയ്യുവാൻ കഴിയുകയില്ല. ഇംഗ്ലണ്ടിൽ ഒരു മനുഷ്യനും തൻ്റെ ശക്തിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് കുറ്റകരമല്ലാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിൽ മറ്റൊരാളെ ഭയപ്പെടുകയില്ല. ഇതിനുള്ള മുഖ്യ കാരണം ഇംഗ്ലണ്ടിൽ രാജ്യഭരണക്രമം അതിമഹാന്മാരായ ആളുകൾ ഏർപ്പെടുത്തിയതിൻ്റെ ഒരു വിശേഷത തന്നെയാണ്. ആ മാതിരി മുഴുവനും ഒന്നായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഏതാനും അപ്പോഴായിട്ടെങ്കിലും നമ്മൾക്കും കിട്ടണമെന്നുള്ള അപേക്ഷയെയാണ് കോൺഗ്രസ് ചെയ്തു വരുന്നത്. ഇതിൽ എന്താണൊരു ദോഷം? ഇന്ത്യയിൽ എന്ന് വേണ്ട, ആഫ്രിക്കയിലുള്ള കാപ്പിരി ജാതിക്കാരെ കൂടി കഴിയുമെങ്കിൽ ഈ വിധം തന്ത്രങ്ങൾ ഏർപ്പെടുത്തിയ മാതിരിയിലുള്ള രാജ്യഭരണത്തിൽ കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്കും പഠിപ്പും അറിവും നല്ലവണ്ണം ഇനിയും ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഈ മാതിരി രാജ്യഭരണത്തിന് സമയമായിട്ടില്ലെന്ന് ചില ദുഷ്ടന്മാർ പറയുന്നുണ്ട്. ഇത് വെറും ദുഷ്ടതയാണ്. രാജ്യഭാരം ഈ അറിവില്ലാത്ത ആളുകളെ കൊണ്ട് നേരിട്ട് ചെയ്യിക്കണമെന്ന് ആരും പറയുകയില്ല. എത്ര അറിവില്ലാത്ത ആളുകൾക്കും സുഖദുഃഖങ്ങളെ അറിവാൻ കഴിയും. ഇന്ത്യ രാജ്യക്കാർക്ക് അത് അറിവാൻ കഴിയുകയില്ലെന്ന് പറയുന്നത് ഭോഷത്വമല്ലേ? മുമ്പത്തെ മാതിരി നാടുവാഴികൾ ശിക്ഷാരക്ഷകൾ ചെയ്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളും ഇപ്പോഴത്തെ രാജ്യഭാരത്തിൽ ഉണ്ടാവുന്ന സുഖദുഃഖങ്ങൾ ഇന്ത്യയിലുള്ള എത്രയോ താണതരം മനുഷ്യർ കൂടി മുഖ്യമായ സംഗതികളിൽ അറിയുന്നു. മനുഷ്യർ പോട്ടെ, ചില മൃഗങ്ങൾ കൂടി അതുകളെ ദയയോടെ സംരക്ഷിക്കുന്നെന്നും അതിനോട് ക്രൂരത കാട്ടുന്നെന്നും ആളുകളെ വേർതിരിച്ചറിയുന്നു.
ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മുഖ്യമായി ഈ രാജ്യത്തെ ഭരിക്കുന്നതിൽ വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും ഇംഗ്ലീഷുകാരോട് സമന്മാരായ ഈ രാജ്യക്കാരെ അധികം ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളെ ആലോചിച്ചും അനുസരിച്ചും വേണമെന്നാണ്. ഇതിലെന്താണ് അബദ്ധം? ഇങ്ങനെയായാലല്ലേ പ്രജകൾക്ക് അധികം ഗുണം? രാജ്യഭരണ തന്ത്രങ്ങളെ അറിഞ്ഞു നടത്താൻ കഴിയുന്നവർ പലരും നമ്മുടെ നേറ്റീവ് ആളുകളുടെ ഇടയിലുള്ളപ്പോൾ ഇന്ത്യയിൽ എല്ലായിടവും ഉണ്ടെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആളുകളെ ഉണ്ടാക്കിച്ചതും ഇംഗ്ലീഷുകാർ തന്നെ. അങ്ങനെയിരിക്കുമ്പോൾ പഠിപ്പുള്ള യോഗ്യന്മാരായ ആളുകളെ അവരവരുടെ അവസ്ഥാനുസാരം ഇംഗ്ലീഷുകാരോടുകൂടി രാജ്യഭരണത്തിൽ ചേർത്ത് രാജ്യഭാരം ചെയ്യണമെന്ന് നാം ആവശ്യപ്പെടേണ്ടതല്ലയോ? ഈ വിധമുള്ള ഓരോ സംഗതികളെയാണ് കോൺഗ്രസ് മുഖ്യമായി ആലോചിക്കുന്നത്. ഇന്ത്യയിൽ പഠിപ്പില്ലാത്തവർ പഠിപ്പുള്ളവരെക്കാൾ വളരെയധികം എന്ന് സമ്മതിക്കുന്നു. ഇംഗ്ലണ്ട്, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിലെ സ്ഥിതിയും ഈ സംഗതിയിൽ ഇന്ത്യയിലെ പോലെ തന്നെയാണ്. സാധാരണ കച്ചവടം, കൃഷി, കൈവേല, കൂലിപ്പണി ഇതുകളെ കൊണ്ട് കാലക്ഷേപം കഴിക്കുന്ന അധിക ജനങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും രാജ്യഭാര കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ഏറെയും കുറയുമായി ഒരുപോലെ തന്നെ ഇരിക്കും. ദൃഷ്ടാന്തത്തിന് പാർലമെന്റ് സഭയിലേക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിലുണ്ടാവുന്ന കോലാഹലങ്ങൾ പോയി നോക്കിയാൽ മതിയാവുന്നതാണ്. എന്നിട്ടും പാർലമെന്റിൽ മെമ്പർമാരായി എത്തിച്ചേരുന്നത് മിക്കവാറും യോഗ്യരായ ആളുകൾ തന്നെയാണ്. ഇവിടെ ഒരു സൂക്ഷ്മമാണ് വിചാരിക്കാനുള്ളത്. ജനങ്ങൾ പൊതുവിൽ എല്ലാവരും അറിവുള്ള ആളുകളല്ലെങ്കിലും തങ്ങളുടെ ഇടയിലുള്ള അറിവുള്ള മനുഷ്യരുടെ ചൊൽപ്പടിക്കും ഉപദേശത്തിനും അനുസരിച്ച് ക്രമമായ വിധം പ്രവർത്തിക്കുമെന്ന് ഊഹിക്കേണ്ടതാണ്. ജാതി മത ധർമ്മങ്ങളും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ലായ്മയും മറ്റും കോൺഗ്രസുകാരുടെ അപേക്ഷകളെ നിരാകരിക്കുന്നതിന് കാരണമായി വരാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിൽ നികുതി കെട്ടുക, ജനങ്ങളെ ശിക്ഷാരക്ഷ ചെയ്യുക, രാജ്യശ്രീയെ പോഷിപ്പിക്കുക, ഈ വക പലവിധമായ രാജ്യഭാര കാര്യപ്രവൃത്തികളിൽ ഇന്ത്യക്കാരെ തന്നെ അധികം ഉപയോഗിക്കേണ്ടതാണെന്ന് നിഷ്പക്ഷപാതികളായ ഇംഗ്ലീഷുകാർ തന്നെ ബിലാത്തിയിൽ ഇപ്പോൾ പൂർണ്ണ അഭിപ്രായം ഉണ്ടായി അവർ തന്നെ ആ അഭിപ്രായം നടത്തുവാൻ പല ശ്രമങ്ങളും ചെയ്തു വരുന്നു. ഇതെല്ലാം കോൺഗ്രസ് കഴിഞ്ഞ 4 കൊല്ലങ്ങളിൽ ചെയ്ത ഉത്സാഹങ്ങളുടെ ഫലമാണെന്ന് വിശ്വസിക്കാം. ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ ഒന്നാമത്തെ രക്ഷ ആ ഗവൺമെൻറ് നിമിത്തം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കാണുന്ന പഠിപ്പുള്ള ജനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിപ്പുള്ള ജനങ്ങൾക്ക് മാത്രമേ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ ഗുണദോഷങ്ങൾ വിവരമായി അറിവാൻ കഴിയുകയുള്ളൂ. പഠിപ്പില്ലാത്തവർക്ക് സൂക്ഷ്മസ്ഥിതി ഒന്നും അറിവാൻ കഴിയുകയില്ല. 1857 ഇന്ത്യയിലുണ്ടായ അതിഭയങ്കരമായ ലഹള ആ മാതിരിയുള്ള കാരണങ്ങളിന്മേൽ ഇനി ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നതിന് മുഖ്യ കാരണം ഇന്ത്യയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പഠിപ്പും അറിവും നിമിത്തമാണെന്ന് ഞാൻ പറയുന്നു. പട്ടാളങ്ങൾ അധികരിപ്പിച്ചതിനാലും കോട്ടകൾ അധികം ഉണ്ടാക്കിയതിനാലും മറ്റുമല്ല ഇങ്ങനെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ ബലം വർദ്ധിച്ചത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ബലം അതിൻ്റെ പ്രജകളുടെ അറിവിലും പഠിപ്പിലും സ്നേഹത്തിലും നിന്ന് ഉത്ഭവിച്ച് വർദ്ധിച്ചു വരണം. അല്ലാതെ ഉണ്ടാവുന്ന ബലം നിലനിൽക്കുന്ന ബലമല്ല. 1857 മൃഗങ്ങളുടെ ശവത്തിൽ നിന്ന് എടുത്ത നെയ്യ് പുരട്ടിയ വെടിമരുന്നു തിരകൾ കടിപ്പിച്ച് പട്ടാളക്കാരുടെ ജാതി കളവാൻ പോവുന്നു എന്ന് ഉണ്ടാക്കിയ ആ കിംവദന്തി എത്ര ക്ഷണം കാട്ടുതീ പോലെ രാജ്യത്തെല്ലാം പരന്നു. എത്ര ക്ഷണേന ജനങ്ങൾ വിശ്വസിച്ചു. ഇംഗ്ലീഷ് ഗവൺമെൻറ് അങ്ങനെ ദുഷ്ടതയായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ ധരിപ്പിക്കാൻ അന്ന് അറിവുള്ളവർ ഇന്ത്യയിൽ വളരെ ചുരുക്കമായി പോയതിനാൽ ദുഷ്ടന്മാരുണ്ടാക്കി തീർത്ത ഈ ഭോഷ്ക് ക്ഷണേന ജനങ്ങൾ വിശ്വസിച്ചു. ഇക്കാലം ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞാൽ എത്ര ക്ഷണം അത് കളവാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതിന് എന്തു കാരണം?
ജനങ്ങളുടെ ഇടയിൽ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ സൂക്ഷ്മതത്വങ്ങൾ അറിയുന്ന പലരും ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉണ്ടാകയാൽ ഈ വക നുണകൾ ഒന്നും പരക്കാൻ അവർ സമ്മതിക്കുകയില്ല. ഇതുതന്നെ കാരണം. ഇങ്ങനെയാണ് കാര്യത്തിൻ്റെ സൂക്ഷ്മസ്ഥിതി. എന്നിട്ടും ദുഷ്ടന്മാരായ അല്പം ചില മനുഷ്യർ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെ അസത്യമായി ദുഷിക്കുന്നത് കൊണ്ട് പഠിപ്പുള്ള എല്ലാവരും ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് വിരോധമാണെന്ന ഒരു ധാരണ ഉണ്ടായിത്തീരുന്നത് കണ്ട് ഞാൻ വ്യസനിക്കുന്നു. ഇംഗ്ലീഷുകാരെ നമ്മൾ ന്യായമല്ലാതെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യണമെന്ന് യോഗ്യന്മാരായ ഇംഗ്ലീഷുകാർ ആരും ആവശ്യപ്പെടുന്നില്ല. രാജ്യത്ത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് തന്നെ മതി എന്ന് അച്ഛൻ പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഇംഗ്ലീഷുകാരെ പോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്ത നമ്മൾക്ക് സാമർഥ്യവും യോഗ്യതയും ഉണ്ടായ ശേഷം നമ്മൾ സാധാരണ മനുഷ്യ സ്വഭാവത്തിനനുസരിച്ച് ആ യോഗ്യത അനുസരണം ഓരോ സ്ഥിതികളിൽ ഇരിപ്പാൻ കാക്ഷിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് നീതിയല്ല. ദുഷ്ടന്മാരല്ലാതെ ഇത് തെറ്റാണെന്ന് ആര് പറയും? ഇംഗ്ലീഷ് ബിലാത്തിയിൽ 3/4 വീശവും ജനങ്ങൾക്ക് ഈ കോൺഗ്രസിനെ വളരെ ബഹുമാനമാണുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് ഉയർന്ന തരം പരീക്ഷകൾ ജയിച്ച് രാജ്യഭാരതന്ത്രത്തിൽ പരിശ്രമിച്ച് അതിൽ സമർത്ഥന്മാരായി ഇംഗ്ലീഷുകാരോട് സമന്മാരായിരിക്കുന്ന നമ്മളുടെ ആളുകൾ തങ്ങളുടെ ശ്ലാഘ്യതയ്ക്കനുസരിച്ച പദവിക്ക് ഗവൺമെൻറ്റോട് ആവശ്യപ്പെടുമ്പോഴും ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന രാജ്യഭാരക്രമങ്ങളിൽ ജനസമുദായത്തിൻ്റെ ഗുണത്തിൽ ചില ഭേദങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴും ദാരിദ്ര്യദശയിൽ എത്താൻ പോകുന്ന ഒരു രാജ്യത്തിലെ പണം ഗവൺമെൻറ് ചിലവിടുന്നതിലും പണം എടുപ്പിക്കുന്നതിലും ഇപ്പോൾ വെച്ചിട്ടുള്ള ചട്ടവട്ടങ്ങളിൽ ചില ഭേദങ്ങൾ ചെയ്യാതിരുന്നാൽ അത് രാജ്യത്തിന് നാശകരമായി വരുമെന്ന് യുക്തിയുക്തങ്ങളായ സംഗതികളോടുകൂടി രാജ്യത്തിൽ പ്രമാണപ്പെട്ടും ജനസമ്മതന്മാരായുമുള്ള പഠിപ്പുള്ളവർ ഒരു സഭയായി കൂടി ഗവൺമെൻറ്റിനോട് പറയുമ്പോഴും നിങ്ങളെല്ലാം ജാതി ഒന്നല്ല, ഒന്നാമത് ജാതി ഒന്നാക്കിൻ, രണ്ടാമത് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിദ്യ പഠിപ്പിക്കിൻ, തീനും കുളിയും ആചാരങ്ങളും പഴയ മാതിരിയുള്ളതെല്ലാം കളയുവിൻ, ഇരുമ്പ് ചക്രങ്ങളും തൂശിയും ഉണ്ടാക്കാൻ പഠിക്കിൻ, എന്നിട്ട് ഈ സംഗതിയെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്ന് ഗോവിന്ദൻകുട്ടിയെപ്പോലെയുള്ള വിഡ്ഢികൾ മറുപടി പറയുന്നതായാൽ അത് നിസ്സാരമായ മറുപടിയാണെന്ന് അച്ഛനു തന്നെ തോന്നുകയില്ലയോ? ഗോവിന്ദൻകുട്ടി മേനവൻ: മാധവൻ ഇപ്പോൾ പറഞ്ഞ മാതിരിയാണ് കോൺഗ്രസിൻ്റെ സ്വഭാവമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ അധികം ഭാഗവും തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ സൂക്ഷ്മസ്ഥിതി അങ്ങനെയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ പല പ്രസംഗങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിൽ 3/4 വീശവും ഇപ്പോഴുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ വളരെ സ്നേഹത്തോടും പ്രേമത്തോടും ശ്ലാഘിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൾ വായിച്ചപ്പോൾ ഇംഗ്ലീഷുകാരോട് സഭക്കാർക്ക് ഒരു വെറുപ്പുള്ളതുപോലെ തോന്നി. മാധവൻ: അത് ഗോവിന്ദൻകുട്ടി വായിച്ച് മനസ്സിലാക്കിയിടത്തെ തെറ്റാണ്. ഇംഗ്ലീഷുകാരെ വെറുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ബിലാത്തിയിൽ ഈ കോൺഗ്രസിനെ ഇത്ര ബഹുമാനമുണ്ടാവുമോ? ഗോവിന്ദൻകുട്ടി മേനോൻ: ബിലാത്തിയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിവില്ലാത്തവർക്കേ അതിനെപ്പറ്റി ബഹുമാനമുള്ളൂ. ലോർഡ് ഡപ്രീൻ മുതലായ മഹാന്മാർക്ക് കോൺഗ്രസിനെ ബഹുപുച്ഛമാണ്. മാധവൻ: ഒരിക്കലുമല്ല. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം ചില ദ്രുതഗതിക്കാരുടെ തുമ്പില്ലാത്ത പ്രസംഗങ്ങളാലും മറ്റും ലോർഡ് ഡപ്രീന് കുറെ മുഷിച്ചിൽ ഉണ്ടായി എങ്കിലും കോൺഗ്രസിനെ ഞാൻ പറഞ്ഞ വിധമുള്ള സ്ഥിതിയിൽ ലോർഡ് ഡപ്രീന് വളരെ ബഹുമാനമാണുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി അതുവരെ കിട്ടിയ ഗുണങ്ങളൊന്നും സാരമില്ലെന്ന് ഒരുവൻ തൻ്റെ യജമാനനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് സുഖക്കേടുണ്ടാവുന്നത് മനുഷ്യ സ്വഭാവമല്ലേ? ഇത്രമാത്രമേ ലോർഡ് ഡപ്രീൻ മുതലായ പ്രഭുക്കൾക്ക് അനിഷ്ടമുള്ളൂ. ഇന്ത്യയിലെ നിവാസികളിൽ യോഗ്യരായ ആളുകളെ രാജ്യഭാരകാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ളതിൽ അധികം പ്രവേശിപ്പിച്ച് പരിശ്രമിപ്പിക്കണമെന്നു തന്നെയാണ് യോഗ്യരായ സകല ഇംഗ്ലീഷുകാരുടെയും അഭിപ്രായം. ലോർഡ് ഡപ്രീനും ഇതുതന്നെയാണ് അഭിപ്രായം. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് അവർക്ക് അനിഷ്ടമായി വരാൻ പാടില്ല.
എന്നാൽ ഞാൻ പറഞ്ഞ സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസ് വിട്ട് അനാവശ്യമായും അസത്യമായും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നിന്ദിക്കുന്ന കാലം ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സ്നേഹിതൻ ആയിരിക്കയില്ല. നിശ്ചയം. സർ ഓക്ലൻഡ് കൊൾവിൻ സായിവ് അവർകളുടെ കത്തിൽ പറയുന്ന പ്രകാരമുള്ള ചീത്തയായ നടപടികൾ ഈ സഭയ്ക്ക് ഇനിയും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സഭയുടെ അധപ്പതനത്തിൻ്റെ ഹേതുവായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ: നേരം കുറെ അധികമായി എന്ന് തോന്നുന്നു. എനിക്ക് ഉറക്കുവരുന്നു. അങ്ങനെ തന്നെ മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും പറഞ്ഞ് ഉറങ്ങുകയും പിറ്റേ ദിവസത്തെ വണ്ടിക്ക് ബൊമ്പായിൽ നിന്ന് മലയാളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു.